والعدل التواصي بالجمال عبادة حسن التأمل بالإله وصال كالجمال يرى ويطلب نبعه كالقرب حين دعاء تداعب طفلها وتظنه أملا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഒരു ഫുൾ ഡേ റൊട്ടീനായിട്ട് കാണിക്കുമോ എന്ന്. പിന്നെ കുറച്ച് കമൻസിന് റിപ്ലൈയും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ന് ഞാൻ വോയിസ് എടുക്കാനായിട്ട് വിചാരിക്കും കമൻസിൻ്റെ റിപ്ലൈയും കൂടെ കൊടുക്കാമെന്ന്. പക്ഷേ ഞാൻ വോയിസ് എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് ഓർക്കുന്നത് റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്ന്. എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും മോർണിംഗ് റൊട്ടീനാണ് കൂടുതലും ഇടാറുള്ളത്. ഈ കമൻറ്റിൽ ചോദിച്ചേക്കുന്ന ഒരു മന്തിൽ ഹത്തം തീർക്കാനുള്ള ടിപ്സ് പറയുമെന്നാണ്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മന്ത് എന്ന് പറയുമ്പോൾ 30 ദിവസം 31 ദിവസമൊക്കെയാണ്. എങ്ങനെ ഓതി തീർക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്നും ഫർള് നിസ്കരിക്കുമ്പോൾ 5 നേരം നിസ്കരിക്കത്തില്ലേ, അപ്പോൾ 2 പേപ്പർ വെച്ച് ഖുർആൻ ഓതണം. 2 പേപ്പർ ആകുമ്പോൾ 4 പേജാണ്. അപ്പോൾ ഒരു ദിവസം 2 പേപ്പർ വെച്ച് 5 ഫർള് നിസ്കാരത്തിന് നമ്മൾ ഖുർആൻ ഓതിയാൽ ഒരു ദിവസം നമ്മൾ 10 പേപ്പർ ഓതി തീർക്കും. അതായത് 20 പേജ്. അങ്ങനെ ഓതുന്നതാണെങ്കിൽ നമുക്ക് 30 ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിലും നമുക്ക് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ സുബഹിക്ക് 4 പേപ്പറും പിന്നെ വൈകിട്ട് മഗ്‌രിബിന് 3 പേപ്പറും പിന്നെ ഇശായ്ക്ക് 3 പേപ്പറും അങ്ങനെ ഓതിയാൽ 10 പേപ്പർ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. 10 പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു ജിസ്സു ആണ്. അപ്പോൾ നമ്മൾ 30 ദിവസം കൊണ്ട് ഓരോ ജിസ്സു തീർക്കുമ്പോൾ 30 ജിസ്സുവും കംപ്ലീറ്റ് ആവും. ഞാൻ എന്നും വീഡിയോയിൽ കാണിക്കാറുള്ള പോലെ രാവിലെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ സുബഹി നിസ്കരിക്കും. എന്നിട്ട് ഖുർആൻ ഓതും. പിന്നെ എൻ്റെ ദുആ ബുക്കിലെ ദുആകളൊക്കെ ഓതും. എൻ്റെ അടുത്ത് കൂടുതൽ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ദുആ ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ എന്നാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ ദുആ ബുക്ക് കാണിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് പിന്നും കമൻറ്റ് വരും ദുആ ബുക്ക് കാണിക്കുമെന്ന്. എനിക്ക് മനസ്സിലായി നിങ്ങൾ ദുആയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് ചോദിക്കുന്നതെന്ന്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദുആകളും പോസ്റ്റായിട്ട് ഇടാം. നിങ്ങൾക്ക് എൻ്റെ ദുആ ബുക്കിലെ ദുആകൾ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനെല്ലാം പോസ്റ്റാക്കി ഇടാം. എന്നിട്ട് ഹദീസ് നമ്പരും റെഫറൻസ് ആയിട്ട് വെക്കാം. രാവിലെ നിസ്കരിച്ചൊക്കെ കഴിയുമ്പോൾ പത്രം വരും. അങ്ങനെ പത്രം എടുക്കാൻ പോവും. പിന്നെ ചായ കുടിക്കും. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഞാൻ വീടെല്ലാം തൂത്തിടും. തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈ കമൻറ്റിൽ ചോദിച്ചേക്കുന്നത് എൻ്റെ സ്റ്റഡി റൊട്ടീൻ കാണിക്കുക എന്നാണ്. സ്റ്റഡി റൊട്ടീൻ കാണിക്കാൻ ഞാനിപ്പോൾ ഒന്നും പഠിക്കുന്നില്ല. എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കോഡിങ്ങൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. അല്ലാതെ സ്റ്റഡി റൊട്ടീനായിട്ടൊന്നും എനിക്ക് കാണിക്കാനില്ല. പിന്നെ ഞാൻ സ്റ്റഡി ടിപ്സിന് വേണ്ടി എനിക്ക് ഏറ്റവും ഉപയോഗപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റിൽ ചോദിക്കുന്നത് എൻ്റെ കല്യാണം എന്നാണ്, ഹസ് നാട്ടിലാണോ എന്നാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണം 5 മാസം കഴിഞ്ഞിട്ടാണെന്ന്. പിന്നെ ഹസ്ബൻഡ് നാട്ടിലല്ല, UAE-ലാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കോഡിങ്ങൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ ഖുർആൻ ജേർണൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇത്താടെ മോള് വന്നായിരുന്നു. അവളുടെ കൈയാണ് വീഡിയോയിൽ കാണുന്നത്. 9 മാസമാണ് ആയത് മോൾക്ക്. ദനീൻ ഇഫത്തെന്നാണ് ഇവളുടെ പേര്. ഇന്ന് ഞാൻ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ എടുത്തത് സൂറത്തുൽ മുൽക്കാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി പറയാം. അടുത്ത കമൻറ്റാണ് റവാത്തീബ് സുന്നത്തിനെ പറ്റി പറയുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിസ്കരിച്ചു കൊണ്ടിരുന്ന 12 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളെയാണ് റവാത്തീബ് നിസ്കാരം എന്ന് പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 728 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും പതിവായി 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെടുമെന്ന്. റവാത്തീബ് സുന്നത്ത് നിസ്കാരം സുന്ന മുഅക്കദയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പക്ഷേ ഈ നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയൊന്നും കിട്ടത്തില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സുന്നത്താണ്. എപ്പോഴൊക്കെ സുന്നത്ത് നിസ്കരിച്ചാണ് 12 റക്അത്ത് ആവുന്നതെന്ന് സുനാൻ അത്ത് തിർമിദിയിലെ 414 ഹദീസിൽ പറയുന്നുണ്ട്.
സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, ഇശായ്ക്ക് ശേഷം 2 റക്അത്ത്. ഇങ്ങനെയാണ് 12 റക്അത്ത് ആവുന്നത്. അടുത്ത കമൻറ്റാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് പോയപ്പോൾ അവിടെ നരകവും സ്വർഗവും കണ്ടു എന്ന് പറഞ്ഞു. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരെയും സ്വർഗത്തിലുള്ളവരെയും കണ്ടു എന്ന്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, മഹ്ശർ ദിവസമല്ലേ നമ്മളുടെ നന്മ തിന്മകൾ നോക്കി നരകത്തിലാക്കുന്നതും സ്വർഗത്തിലാക്കുന്നതെന്നും അതൊന്ന് ക്ലിയറാക്കി തരുമോ? ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടതും നരകം കണ്ടതുമൊക്കെ സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 7517 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഒരു ദിവസം വേറെ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ഖിയാമത്ത് നാളാവധി എങ്ങനെയാണ് സ്വർഗത്തിലും നരകത്തിലും ആളായത് എന്നാണ് ചോദിച്ചത്. ഒരുപാട് പണ്ഡിതന്മാരും അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗത്തിലെ ശിക്ഷയും നരകത്തിലെ ശിക്ഷയും കാണിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുത്തതാണ് എന്നാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഹദീസുകളെ പറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഖുർആൻ ജേർണലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫേസ് പാക്ക് ഇട്ട്, ഫേസ് പാക്കിൽ ഞാൻ മുൾട്ടാനി മിട്ടിയും മഞ്ഞളും പിന്നെ പാലും ഒഴിച്ചാണ് ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. നമ്മളെപ്പോഴും സ്കിൻ കെയർ ചെയ്യുന്നത് ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്, നമ്മുടെ സ്കിന്നൊക്കെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും സ്കിൻ കെയർ ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ വെളുക്കത്തില്ല. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ കുളിച്ച് ളുഹറൊക്കെ നിസ്കരിച്ച് പിന്നെ ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ട് ഞാനും ഉമ്മായും ഇത്തായും കൂടെ ഇത്താടെ മോൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ഇക്കാക്ക വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് വാക്സിൻ എടുക്കാൻ പോയത്. എൻ്റെ ഇക്കാക്കായും ഡോക്ടറാണ്. എൻ്റെ ഇത്തായും ഇക്കാക്കായും MD ചെയ്യണ 2 പേർക്കും കോട്ടയത്താണ് കിട്ടിയത്. പിന്നെ ഇത്താക്ക് മോളുണ്ട്, കുഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ കോട്ടയത്ത് വന്നത്. എൻ്റെ ഇത്ത ഡെൻ്റൽ ഡോക്ടറാണ്. ഇത്ത പ്രോസ്തോയിലാണ് MD ചെയ്യുന്നത്. ഇക്കാക്ക എന്ന് പറയുന്നത് എൻ്റെ ഇത്താടെ ഹസ്ബൻഡാണ്. ഇക്കാക്ക ഗൈനക്കോളജിയിലാണ് MD ചെയ്യുന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അസറിൻ്റെ സമയമായിരുന്നു. പിന്നെ നമ്മൾ അസറൊക്കെ നിസ്കരിച്ച് പിന്നെ കട്ടൻ ചായയും വാഴക്കപ്പമൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ച്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ല, അങ്ങനെ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഉണങ്ങാനിട്ട തുണികളൊക്കെ പറക്കി. ഞാൻ ഇന്ന് മുസല്ലയൊക്കെ കഴുകിയിട്ടായിരുന്നു, അതൊക്കെ പറക്കി. നിങ്ങളെൻ്റെ വീഡിയോയിൽ കൂടുതൽ കണ്ടിട്ടുള്ള മുസല്ല അതല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കരിക്കാൻ സമയമായി. അങ്ങനെ മഗ്‌രിബൊക്കെ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഖുർആനൊക്കെ ഓതുന്നത്. ഈ ക്യാൻഡിലെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് എന്നിട്ട് ഖുർആൻ ഓതി. ഞാൻ മഗ്‌രിബിന് യാസീനാണ് ഇടയ്ക്കൊക്കെ ഓതാറുള്ളത്. ഞാൻ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം 6ാമത്തെ ദിവസം എത്തി. ഞാൻ ഈ ഹത്തം റമളാന് തീർക്കാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ ഞാൻ മഗ്‌രിബിന് യാസീനും പിന്നെ വേറെ സൂറത്തുകളൊക്കെയാണ് ഓതുന്നത്. പിന്നെ ഞാൻ ദുആ ബുക്കിലെ ദുആകളൊക്കെ ഓതി. ഇപ്പോൾ ദുആ ബുക്കിലെ ഒരു ദുആ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് കാണാതെ അറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ സുബഹിക്കും മഗ്‌രിബിനും മാത്രമേ ദുആ ബുക്കിൽ നോക്കി ഓതാറുള്ളൂ. അല്ലാത്തപ്പോൾ എനിക്ക് മനസ്സിലുള്ളത് തന്നെ ഞാൻ ഓതും. ഞാൻ കൂടുതലും ദുആ ബുക്കിൽ ഹദീസുകൾ ദുആകളൊക്കെ പുതിയതായിട്ട് എഴുതുന്നത് നിസ്കരിക്കാത്ത ദിവസങ്ങളിലൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ ദുആ ബുക്കിൽ ദുആകളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പോസ്റ്റായിട്ട് ഇട്ട് തരാം. മഗ്‌രിബിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കും. ഇന്ന് നമ്മൾ ഡിന്നറിന് കഴിക്കുന്നത് മാഗിയാണ്. മാഗി ഉണ്ടാക്കുന്ന ദിവസം കൂടുതൽ ഞാനാണ് മാഗി ഉണ്ടാക്കാറുള്ളത്. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇശാ നിസ്കരിക്കും. കൂടുതൽ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇശാ നിസ്കരിക്കും, എന്നിട്ടാണ് ഡിന്നറൊക്കെ കഴിക്കുന്നത്. ഇശാ നിസ്കരിച്ചിട്ട് ഞാൻ ഓതുന്നത് സൂറത്തുൽ മുൽക്കാണെന്നും പിന്നെ ആമന റസൂല്, ആയത്തുൽ കുർസി, പിന്നെ എൻ്റെ ദുആ ബുക്കിലുള്ള ദുആകളെല്ലാം ഞാൻ ഓതാറുണ്ട്. ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ച എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷേ കൂടുതൽ പേര് എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുള്ളത് നിസ്കരിക്കാത്ത ദിവസങ്ങളിൽ ഇബാദത്തൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ദിവസം ഞാൻ ഇനി ആ ദിവസത്തിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാം. പിന്നെ ഇശായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഷവർമ ഓർഡർ ചെയ്തായിരുന്നു. ഷവർമ വാങ്ങാൻ വേണ്ടി വെളിയിറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ ചന്ദ്രന. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ഷവർമയൊക്കെ കഴിച്ച് നമ്മൾ എപ്പോഴും ഷവർമയൊന്നും വാങ്ങാറില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ഷവർമ വാങ്ങാറുള്ളൂ. പണ്ട് ഫസ്റ്റ് ഷവർമ കഴിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ ആർക്കും ഷവർമ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ ഇടും. ഇതെനിക്ക് ഇത്ത ഗിഫ്റ്റ് തന്നതാണ്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിടക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ 114 എന്നാണ്. കുറേ പേരും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഖുർആനിൽ മൊത്തത്തിൽ എത്ര ആയത്തുകളാണ് ഉള്ളത്? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആൻസർ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.